പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരളത്തിന്റെ IAS അഥവാ KASന്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ PSCയുടെ ആദ്യ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് KAS വന്നിട്ടുള്ളത്. ഇന്ന് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 9 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് KASന്റെ ഇത്തവണത്തെ യോഗ്യത, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ്, എത്ര സ്ട്രീമുകളിൽ അപ്ലൈ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ഒഴിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാറ്റഗറി നമ്പർ 01/2025 to 03/2025, അതായത് ഈ വർഷത്തെ ആദ്യ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് KAS വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 സ്ട്രീമുകളായിട്ടാണ്, സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്നിങ്ങനെ 3 സ്ട്രീമുകളായിട്ടാണ് KAS നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. 77,200 മുതൽ 1,40,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലാണ്. കേരള PSC വഴി നിങ്ങൾ കിട്ടാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 31 ഒഴിവുകളാണ്. ഒഴിവുകൾ ശ്രദ്ധിക്കുക, 31 ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 31 ഒഴിവുകൾ, ഇപ്പൊ 31 നിയമനങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നടക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിൽ തന്നെ സ്ട്രീം 1 എന്ന് പറയുന്നതാണ് ഓപ്പൺ റിക്രൂട്ട്മെന്റ്, അതായത് എല്ലാവർക്കും ഏത് ഡിഗ്രിയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രീമാണ് സ്ട്രീം 1 എന്ന് പറയുന്നത്. ഓപ്പൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്ട്രീം 1 എന്ന് പറയുന്നത്. അതിൽ 11 വേക്കൻസികളാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് 11 വേക്കൻസികളാണ്. സ്ട്രീം 2 എന്ന് പറയുന്നത് പ്രൊബേഷൻ പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്, 10 വേക്കൻസികളാണ്. സ്ട്രീം 3 എന്ന് പറയുന്നത് ഗസറ്റഡ് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ്, അവർക്കും അപ്ലൈ ചെയ്യാം, 10 വേക്കൻസികളാണ് അവർക്കും ഉള്ളത്. അങ്ങനെ ടോട്ടൽ 31 വേക്കൻസികളാണ് KASന് ഇത്തവണ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സ്ട്രീം 1 ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 01/2025 എന്നുള്ളതാണ് സ്ട്രീം 1ന്റെ കാറ്റഗറി നമ്പർ. നേരിട്ടുള്ള നിയമനം ആർക്കും അപ്ലൈ ചെയ്യാം. സ്ട്രീം 2 എന്നുള്ളത് 02/2025 ആണ്. കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ജീവനക്കാരിൽ നിന്നുള്ള നിയമനം. അപ്പൊ അതാണ് ഈ സ്ട്രീം 2 എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് വിവിധ വകുപ്പുകളിൽ 1ാം ഗസറ്റഡ് ഓഫീസറോ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരോ ആയിരിക്കരുത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് സ്ട്രീം 2 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സ്ട്രീം 3 ശ്രദ്ധിക്കുക. അതെന്താണ്? 1ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രീം 3 എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 03/2025. വിശദമായ കാര്യങ്ങൾ ഈ ഒരു ഗസറ്റിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാം. ഉദ്യോഗസ്ഥരായിട്ടുള്ള സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ വിജ്ഞാപനം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. പൊതു ഓപ്പൺ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, നേരിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് സ്ട്രീം 1 ആണ്. അതിലാണ് 11 വേക്കൻസികൾ ഉള്ളത്. പിന്നീട് നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. സ്ട്രീം 1 അതായത് ഓപ്പൺ കാറ്റഗറി ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രീം 1ലെ ഏജ് ലിമിറ്റ് 32 വയസ്സാണ്. 32 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് 1993 ജനുവരി 2 ആ തീയതി ഉൾപ്പെടെ അതിനുശേഷം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1/1/2004 മുൻപ് ജനിച്ചവരുമായിരിക്കണം. അതായത് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രീം 1ലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. 32 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കൂടാതെ ഇതിന് ഏജ് റിലാക്സേഷൻ, ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് 32 എന്നുള്ളത്. റിസർവേഷൻ ഉണ്ടെങ്കിൽ SC/ST ആണെങ്കിൽ 5 വർഷവും OBC ആണെങ്കിൽ 3 വർഷവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രീം 2 ആണെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അല്ലാത്ത സർക്കാർ ജീവനക്കാരാണെങ്കിൽ 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2/1/1985 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. സ്ട്രീം 3 ഉള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 50 വയസ്സ് തികയാൻ പാടില്ല എന്നുള്ളതാണ്. മാക്സിമം പ്രായപരിധി 50 ആണ്. മാക്സിമം പ്രായപരിധി 50 ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി വയസ്സിളവ് ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല. അതായത് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ 50 വയസ്സ് കവിയാനായിട്ട് പാടില്ല.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷവും മറ്റ് പിന്നാക്ക വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അതായത് SC ST ആണെങ്കിൽ 37 വയസ്സ് വരെ ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മറ്റ് ഒരുപാട് വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ യോഗ്യത എന്താണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ EWS സംവരണം അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ അധികാരിയിൽ നിന്ന് EWS സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. മറ്റ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഈ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. ഇനി യോഗ്യതകൾ ശ്രദ്ധിക്കുക. എന്താണ് യോഗ്യതകൾ? സ്ട്രീം 1 അതായത് ഡയറക്ടർ റിക്രൂട്ട്മെന്റിലേക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു ബിരുദം വേണം എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ UGC അംഗീകൃത സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകിയിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാച്ചിലർ ബിരുദം, പ്രൊഫഷണൽ ബിരുദം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി മാത്രം മതി നിങ്ങൾക്ക് KAS അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്ട്രീം 1. സ്ട്രീം 2 അതായത് അതിൻ്റെതായ രീതിയിലുള്ള ചെറിയ വ്യത്യാസം, ഡിഗ്രി തന്നെയാണ്. അതിനു പുറമെ KS ആൻഡ് SSR പാർട്ട് 2 ബാധകമാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ ഏത് സ്ട്രീമിലാണെങ്കിലും എന്താണ്, ഡിഗ്രി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്താണെങ്കിലും KSന്റെ 2ാമത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നു മുതൽ, ഒട്ടും വൈകാനില്ല, ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം ആ ലെവലിലുള്ള പരീക്ഷയാണ്. IAS ലെവലിൽ തന്നെ, സിവിൽ സർവീസിന്റെ ലെവലിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട പരീക്ഷയാണ്. കൃത്യമായിട്ട് ഇതിന്റെ സിലബസും ഒക്കെ കഴിഞ്ഞ തവണ നമുക്കുണ്ട്. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ തവണത്തെ പ്രിലിംസിന്റെയും മെയിൻസിന്റെ ഒക്കെ സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. അതേ സിലബസ് അടിസ്ഥാനമാക്കി ഇപ്പോഴും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സിലബസിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കൃത്യമായ ചട്ടക്കൂടുകളോടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് കേരളത്തിന്റെ സിവിൽ സർവീസിലേക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.